ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചേമ്പിലപ്പം തയ്യാറാക്കാം. ചേമ്പിലപ്പം തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയ ചേമ്പില, തേങ്ങ, കുരുമുളക്, ജീരകം, ഉണക്കമുളക്, കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി, പുളി ഞാൻ കുതിരാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി നോക്കാം. അങ്ങനെ അതിനുള്ള മാവ് തയ്യാറാക്കാം. മാവിനായി ആദ്യം തന്നെ നമുക്ക് കുരുമുളക്, ജീരകം, ഉണക്കമുളക്, തേങ്ങ ചേർത്ത് അരച്ചെടുക്കാം. ഉണക്കമുളക് മിക്സിയിലിട്ട് ഇടുക. കൊണ്ട് മാറ്റിയതിന് ശേഷം എരിവിനനുസരിച്ച് ഉണക്കമുളക്, കുരുമുളക് തുടങ്ങിയവ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ജീരകം, കല്ലുപ്പ് ഇവയെല്ലാം ചേർക്കാം. കായം, മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങ. ആദ്യം ഇതൊന്ന് പൊടിച്ചിട്ട് തേങ്ങ ചേർത്താലും അല്ലെങ്കിൽ ഉപ്പ് ചേർത്താലും കുഴപ്പമില്ലാത്തതാണ്. ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അത് തേങ്ങ, ജീരകം, കുരുമുളക് അരച്ചിട്ടുണ്ട്. അത്ര നൈസായിട്ട് അരക്കണമെന്നില്ല. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പുളി വീഞ്ഞത് ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്യാം. പുളി നന്നായി, അതായത് ചൊറിയാതിരിക്കാൻ വേണ്ടിയാണ് പുളി വീഴുന്നത് ഒഴിക്കുന്നത്. പുളിക്ക് വേറെ നിങ്ങൾക്ക് വരപ്പം പുളി, ചെമ്മീൻ പുളി, ഇരുമ്പൻ പുളി പോലെയുള്ളതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ചേർക്കാം. നമുക്കതിലേക്ക് പുട്ടുപൊടി, ഉപ്പൊടി മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉപ്പ് വേണമെങ്കിൽ നോക്കാവുന്ന. ഇതിൽ ഈ ചെറിയ ഇലകൾ കൊണ്ട് ചേമ്പില അപ്പം അങ്ങനെ തയ്യാറാക്കുന്നതും വലിയ ഇലകൾ കൊണ്ട് ചെറുതായി മുറിച്ച് ഉണ്ട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മാവ് നമുക്ക് ഇലയിൽ തേച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒരില ഇങ്ങനെ വെക്കുക. അതിലേക്ക് മാവ് തേച്ച് കൊടുക്കുക. ഒരിലയിൽ ഇങ്ങനെ അതുപോലെ ഉണ്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക്
ഒന്നും കൂടി പുട്ടുപൊടി വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ്. പെണ്ണാതിന് വെച്ചിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ ഇത് അതിലൂടെ ചൂടാക്കിട്ടോ അത് വെച്ച് ഇന്ന ചമ്പട്ടാണ് ഇലയിൽ തേച്ച് കഴിഞ്ഞാൽ അതിനിങ്ങനെ മടക്കാം. മടക്കുമ്പോഴും ഇങ്ങനെ ഉരുട്ടി പായി മടക്കുന്ന പോലെ ഉരുട്ടണം. കയ്യിലൊക്കെ തേക്കണം. ഫുള്ള് പോറും മട്ട മുട്ടൊക്കെ ഉണ്ട് വെന്തില്ലേ? ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതുകൂടാതെ ഉണ്ടയ്ക്ക് വേണ്ടി ബാക്കിയുള്ള ഇലകൾ, വലിയ വലിയ ഇലകളൊക്കെ ആ ചെറുതായി അരിഞ്ഞ് ആ മാവിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മാവിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല നമുക്ക് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് മുരിങ്ങയില വെച്ചും ക്യാബേജ് വെച്ചും ഉണ്ട തയ്യാറാക്കാവുന്നതാണ്. ഇത് പക്ഷേ ഈ ചേമ്പില വെച്ചുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുളി കൂടുതലായിട്ടിടണം. ക്യാബേജിൻ്റെയും മുരിങ്ങയിലയുടെയും തയ്യാറാക്കുമ്പോൾ പുളി അധികം ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു ഇല വെച്ച് കൊടുക്കുക. ചേമ്പിലപ്പമാണ് തയ്യാർ. ജീവന് ചേമ്പിലപ്പം ഇഷ്ടമാണോ? ഹായ് പറയൂ. ഹായ്. ഇത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ട പിടിക്കാം. അതിന് മുമ്പായിട്ട് നേരത്തെ തയ്യാറാക്കിയ ചേമ്പിലപ്പം ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇവിടെ സൈഡിൽ വെച്ച് കൊടുക്കാം. ബാക്കി ഉണ്ട അതിൽ പിടിച്ച് വെക്കാവുന്നതാണ്. മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെള്ളം ആവശ്യത്തിനില്ല, അത് വേവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ആണ് വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തത്. അത് ഉണ്ട ഉണ്ടാക്കി നമുക്കിതിൽ വെക്കാം. ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി 1 മണിക്കൂർ കയറ്റി എടുക്കാം. അപ്പോൾ നോക്കാം.